ഇതാദ്യമായിട്ടാണ് ഞാനും അമ്മയും കൂടി ഒരു യാത്ര പോകുന്നത്. മറ്റെങ്ങോട്ടുമല്ല, മൂകാംബികയ്ക്കാണ്. ഞാൻ ഒരുപാട് വർഷമായി മൂകാംബിക പോയിട്ട്. അമ്മ പിന്നെയും പോവാറുണ്ട്. സോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് തീരുമാനിച്ചു, എന്നാൽ ഇന്ന് വേറെ ആരും വേണ്ട, ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടൊരു ട്രിപ്പ് പോകാമെന്നുള്ളത്. ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ ഒരുപാട് ലേഡീസ് ഉണ്ടായിരുന്നു ട്രെയിനിൽ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ബൈൻഡൂർ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് വേണം നമുക്ക് ടാക്സി വിളിച്ച് മൂകാംബികയ്ക്ക് പോകാനായിട്ട്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി. നമുക്കൊരു വിശ്വാസമുണ്ട്, മൂകാംബികയ്ക്ക് പോകണമെങ്കിൽ ദേവി വിളിക്കണം, ദേവി വിളിച്ചാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്ന്. സോ ഇപ്പോഴായിരിക്കും അതിന് സമയമായത്. അങ്ങനെ നമ്മൾ കൊല്ലൂർ എത്തി. സോ നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിരുന്നു. ജ്യോതിസ് റെസിഡൻസി ആണ്, അമ്പലത്തിന് വളരെ അടുത്ത് തന്നെയായിരുന്നു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ് നമുക്ക് കിട്ടിയത്. മൂകാംബിക ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുക. ദേവിക്ക് ചാർത്താനുള്ള സാരിയും ചെമ്പകമാലയും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഉള്ളിൽ പോയത്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ആദ്യം സരസ്വതി മണ്ഡപത്തിൽ പോയി തൊഴുതു. ഞങ്ങൾ പോയ സമയം നല്ല പീക്ക് ടൈം ആയിരുന്നു. ഉള്ളിൽ കയറാൻ പറ്റാത്ത അത്രയും ക്രൗഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളിൽ കയറാനുള്ള പ്ലാൻ ഈവനിങ്ങിലേക്ക് ഞങ്ങൾ മാറ്റി. ഉച്ചയായതുകൊണ്ട് തന്നെ അന്നദാനം ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ദേവിയുടെ പ്രസാദം കഴിക്കാതെ എങ്ങനെയാ പോവുക? ഇവിടെ നോക്കിയപ്പോൾ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ക്യൂ സിസ്റ്റമാണ്. പെട്ടെന്ന് തന്നെ ക്യൂ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണം പോലെയല്ല. പ്രത്യേക ഒരു തരം അധികം എരിവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എന്തോ ഒരു പ്രത്യേക സ്വാദാണ്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ നല്ല പോലെ ഭക്ഷണം കഴിച്ചു. അന്നദാനത്തിനുള്ള തിരക്കാണ് കാണുന്നത്. ആളുകൾ നിലത്തൊക്കെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇത് വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ്. ദീപസ്തംഭം മുഴുവൻ തെളിയിക്കുകയാണ്. നെയ്വിളക്ക് അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. ഞാനും അമ്മയും കൂടി നെയ്വിളക്ക് തെളിയിച്ചു. രാത്രിയിൽ ദേവീനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. അതിനു മുൻപുള്ള തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഈ സ്വർണ്ണരഥത്തിലേക്ക് ദേവിയെ കൊണ്ടിരുത്തും. സ്വർണ്ണരഥത്തിലേക്ക് ഇരുത്തുന്നതിന് മുൻപുള്ള പ്രദക്ഷിണമാണ് ഈ കാണുന്നത്. ആദ്യത്തെ പ്രദക്ഷിണം കഴിഞ്ഞാൽ പിന്നെ ദേവിയെ പല്ലക്കിലേക്ക് എത്തിയാണ് പ്രദക്ഷിണം വെക്കുന്നത്. അത് നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇനി ദേവിയെ ഈ സ്വർണ്ണ രഥത്തിൽ ഇരുത്തിയതിനു ശേഷം ഒരു പ്രദക്ഷിണമുണ്ട്. രാവിലെ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന കാഴ്ചയാണിത്. ആദ്യത്തെ പ്രദക്ഷിണത്തിന് ശേഷം ദേവിയെ ഈ വലിയ രഥത്തിലേക്ക് മാറ്റും. അത് കാണാനുള്ള ആളുകളുടെ തിരക്കാണ് കേട്ടോ. ദേവിയെ പട്ടൊക്കെ ചാർത്തി നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളിങ്ങനെ കണ്ടു നിന്ന് പോകും. അത്രയും ഐശ്വര്യം, അത്രയും ഒരു എന്താ പറയുക, നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അത് കാണുമ്പോൾ. അങ്ങനെ രാവിലെ അവിടെ നിന്ന് തൊഴുതതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി വരുന്ന വഴിക്കാണ് ഈ ഒരു അമ്പലം ഞങ്ങൾ കണ്ടത്. ഇവിടെ വനദുർഗയാണ് പ്രതിഷ്ഠ. മൂകാംബിക ദേവിക്ക് കാവലായിട്ടാണ് ഈ വനദുർഗ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഒരു കാടിൻ്റെ ശബ്ദവും കാര്യങ്ങളും നമുക്ക് ശരിക്കും അറിയാം. നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെയല്ല, പുറത്തു തന്നെയാണ് എല്ലാ പ്രതിഷ്ഠകളും ഉണ്ടായിരുന്നത്. അപ്പം വനദുർഗ എന്ന് പറയുന്നത് അനുസരിച്ച് കാടിനുള്ളിലാണ് ദേവി ഇരിക്കുന്നത്. പിന്നെ വേറെ കണ്ട കാഴ്ച ഒരുപാട് മണികളും തൊട്ടിലും ഒക്കെ കെട്ടി കണ്ടു. അത് ഇവിടുത്തെ ഒരു വഴിപാടാണ്. സന്താനഭാഗ്യത്തിനൊക്കെ ആയിട്ട് ആളുകൾ വഴിപാട് തരുന്നതാണ് ഇത്തരത്തിൽ കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് പോയി ചെറിയ രീതിയിൽ വഴിപാടുകളൊക്കെ ചെയ്തു. അവിടെ പോയി നന്നായി തൊഴുതു. അങ്ങനെ അവിടെ നിന്ന് മടങ്ങി. തിരിച്ചു വരുന്ന സമയത്ത് എന്തോ വല്ലാത്തൊരു വിഷമം തോന്നി. ഇനി എന്നാ വരാൻ പറ്റുക എന്നൊന്നും അറിയില്ല. അങ്ങനെ ബൈൻഡൂർ സ്റ്റേഷനിലെത്തി. നല്ല ചൂടാണ്, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ട്രെയിൻ നല്ല ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് നേരം അവിടെ പോസ്റ്റായി. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ട്രെയിൻ ഫൈനലി വന്നു. തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കൂടെ കയറിയവരാണ്. ഇവരും തൃശ്ശൂരാണ്. അമ്മ ചൂട് കാരണം ടയേർഡായതാ, നല്ല ഉറക്കാണ്. അങ്ങനെ മൂകാംബിക യാത്ര നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. ഇനിയും എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ കാണാൻ പോകാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.